ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇൻഡയറക്റ്റ് സ്പീച്ച് സംബന്ധമായ ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞല്ലോ. ഇന്ന് അത് സംബന്ധമായ രണ്ടാമത്തെ ക്ലാസ്സാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി ഡയറക്റ്റ് സ്പീച്ചിൽ വിൽ എന്നാണ് ഉള്ളതെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അതിനെ വുഡ് എന്നാക്കുകയാണ് വേണ്ടത്. വിൽ എന്നതിനെ വുഡ് എന്നാക്കുകയാണ് വേണ്ടത്. നമുക്കറിയാം വിൽ എന്ന് വരാറുള്ളത് ഫ്യൂച്ചർ ടെൻസിലാണ്. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ അവിടെയുള്ള വില്ലിനെ നമ്മൾ വുഡ് എന്ന് ആക്കുകയാണ് വേണ്ടത്. ബൈജു സെഡ് ഐ വിൽ വർക്ക് ഹാർഡ്. ബൈജു പറഞ്ഞു ഞാൻ കഠിനമായി അധ്വാനിക്കും. അതിനെ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ബൈജു സെഡ് ദാറ്റ് ഹി വുഡ് വർക്ക് ഹാർഡ്. ഐ എന്നത് ഹി ആകും, വിൽ എന്നത് വുഡ് ആകും. ഇനി ഷാൾ വന്നാലോ? ഷാളിനെ ഷുഡ് ആക്കുകയാണ് വേണ്ടത്. രാജു സെഡ് ഐ ഷാൾ റൈറ്റ് ദ എക്സാം. രാജു പറഞ്ഞു ഞാൻ പരീക്ഷ എഴുതും. അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ രാജു സെഡ് ദാറ്റ് ഹി ഷുഡ് റൈറ്റ് ദ എക്സാം. അവിടെ ദാറ്റ് വന്നു, ഐ എന്നത് ഹി ആയി, ഷാൾ എന്നത് ഷുഡ് ആയി. ഇനി ഇത് സംബന്ധമായി ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് ഇൻകറക്റ്റ്. താഴെ ഒരു സെന്റൻസ് പല ഭാഗങ്ങളാക്കി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഏത് ഭാഗമാണ് തെറ്റായിട്ടുള്ളത് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. ദ ഗൈഡ് ടോൾഡ് അസ്, അത് എ ആണ്. ദാറ്റ് ദ പാർക്ക്, അത്രയും ഭാഗം ബി ആണ്. വിൽ ബി ഓവർ ക്രൗഡഡ്, അത് സി. ഡ്യൂറിംഗ് ദ സമ്മർ വെക്കേഷൻ, അത് ഡി. ഒരു സെന്റൻസിനെ തന്നെ നാലായിട്ട് വേർതിരിച്ചിരിക്കുന്നു. ഒരു ഭാഗത്തിന് എ എന്നും ബി എന്നും മറ്റൊരു ഭാഗത്തിന് സി എന്നും മറ്റൊരു ഭാഗത്തിന് ഡി എന്നും പേര് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഏത് ഭാഗമാണ് തെറ്റായിട്ടുള്ളത് എന്നാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? The guide told us that the park will be overcrowded during the summer vacation. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള സെന്റൻസ് ആണ്. ദ ഗൈഡ് ടോൾഡ് അസ് ദാറ്റ് എന്നൊക്കെ കാണുമ്പോൾ ആ ദാറ്റ് ഒക്കെ വന്നത് കണ്ടാൽ മനസ്സിലാക്കാം ഇത് ഡയറക്റ്റ് സ്പീച്ച് ആയിരുന്ന ഒന്നിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയതാണ്. ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് ഇത്, അഥവാ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ഇത്. അപ്പൊ ഇതിൽ എവിടെയാണ് തെറ്റുള്ളത്? നമുക്കറിയാം റിപ്പോർട്ടഡ് സ്പീച്ചിൽ വില്ലിനെ വുഡ് ആക്കണം. പക്ഷെ ഇവിടെ സിയിൽ വുഡ് എന്നല്ല വിൽ എന്നാണ് ഉള്ളത്. വിൽ ബി എന്നാണ്. സത്യത്തിൽ അത് വുഡ് ബി എന്നാണ് വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഇവിടെ തെറ്റ് സി ആണ്. ഇനി നമുക്ക് മറ്റൊരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ഐ ഷാൽ ഡു ഇറ്റ് ടുമോറോ. ഞാൻ നാളെ ഇത് ചെയ്യും. ഹി സെഡ്, അവൻ പറഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഇൻ ദി കറക്റ്റ് റിപ്പോർട്ടഡ് ഫോം. ഈ സെന്റൻസിന്റെ ശരിയായ റിപ്പോർട്ടഡ് ഫോം താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ്? അപ്പോൾ ഐ ഷാൾ ഡു ഇറ്റ് ടുമോറോ ഹി സെഡ്. അപ്പൊ അതിന്റെ ഇൻഡയറക്റ്റ് ഫോം അഥവാ റിപ്പോർട്ടഡ് ഫോം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമ്മൾ റിപ്പോർട്ടിംഗ് പാർട്ടാണല്ലോ എഴുതേണ്ടത്. ഹി സെഡ്, അത് അതുപോലെ തന്നെ എഴുതുക. ഹി സെഡ് ദാറ്റ്, ഹി സെഡ് ദാറ്റ്. പിന്നെ സ്പീച്ച് പാർട്ട് നോക്കാം, അതിനെയാണ് മാറ്റേണ്ടത്. ഐ ഷാൾ ഡു ഇറ്റ് ടുമോറോ എന്നാണ്. ഐ എന്നത് ഹി എന്നാക്കി മാറ്റുന്നു. അപ്പോൾ ഹി സെഡ് ദാറ്റ് ഹി. ഹീക്ക് ശേഷം ഇനിയിപ്പോ നമ്മൾ മാറ്റേണ്ടത് ഏതാണ്? ഐ ഷാൾ എന്ന ഷാളിനെയാണ് മാറ്റേണ്ടത്. അതിനെ എന്താക്കി മാറ്റണം? ഷാളിനെ ഷുഡ് എന്നാക്കി മാറ്റണം. പക്ഷെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹി എന്നത് വരെ നമ്മൾ മാറ്റി കഴിഞ്ഞല്ലോ. ഹീക്ക് ശേഷം ഷാൾ എന്നോ ഷുഡ് എന്നോ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. ഐ, വി എന്നിവയുടെ കൂടെ മാത്രമാണ് ഷാൾ വരിക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഹി എന്നതിന് ശേഷം ഷുഡ് എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഹി വുഡ് എന്ന് പറയണം. ഹി വുഡ്. അപ്പോൾ ഹി വുഡ് ഡു ഇറ്റ് എന്നതിനെ ദാറ്റ് എന്നാക്കി മാറ്റണം. ടുമോറോ എന്നതിനെ ദി ഫോളോയിങ് ഡേ എന്നാക്കി മാറ്റണം. അപ്പോൾ ഹി സെഡ് ദാറ്റ് ഹി വുഡ് ഡു ദാറ്റ് ദി ഫോളോയിങ് ഡേ. അങ്ങനെ ഏത് ഓപ്ഷനിലാണുള്ളത്? ബി എന്ന ഓപ്ഷനിലാണ് അങ്ങനെയുള്ളത്. ഹി സെഡ് ദാറ്റ് ഹി വുഡ് ഡു ദാറ്റ് ദി ഫോളോയിങ് ഡേ. അവിടെ നമുക്ക് നന്നായിട്ടൊരു കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ടെൻസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്.
എവിടെയാണ് ഷാൾ ഉപയോഗിക്കുക, എവിടെയാണ് വിൽ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഹി എന്നതിന് ശേഷം വിൽ എന്നാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഷുഡ് എന്നതിന് പകരം വുഡ് എന്ന് ഉപയോഗിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബി ആണ് ഉത്തരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒരു സെന്റൻസിൽ ക്യാൻ എന്നാണ് ഉള്ളതെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിനെ നമ്മൾ ആ ക്യാനിനെ നമ്മൾ കുഡ് എന്നാക്കി മാറ്റണം. ദീപു സെഡ് ഐ ക്യാൻ ഗോ ദർ. ദീപു പറഞ്ഞു എനിക്ക് അവിടെ പോകാൻ കഴിയും. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ദീപു സെഡ് എന്നത് അങ്ങനെ തന്നെ എഴുതുക, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ശേഷം ദാറ്റ് എന്ന് എഴുതുക. പിന്നെ അതിന്റെ സ്പീച്ച് പാർട്ടായ ഐ ക്യാൻ ഗോ ദർ എന്നതിലാണ് മാറ്റം വരുത്തുക. ഐ എന്നതിനെ ഹി എന്നാക്കി മാറ്റുന്നു, ക്യാൻ എന്നതിനെ കുഡ് എന്നാക്കി മാറ്റുന്നു. ദീപു സെഡ് ദാറ്റ് ഹി കുഡ് ഗോ ദർ. ദീപു പറഞ്ഞു അവന് അവിടെ പോകാൻ കഴിയുമെന്ന്. ഇനി മേ വന്നാൽ അതിനെ മൈറ്റ് എന്നാക്കണം. റാം സെഡ് ടു മീ യു മേ പാസ് ദി എക്സാം. രാം എന്നോട് പറഞ്ഞു നീ പരീക്ഷയിൽ പാസ്സായേക്കാം. ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ മേ എന്നുണ്ട്, അതിനെ മൈറ്റ് എന്നാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ മറുഭാഗം നോക്കിയാൽ കാണാം റാം ടോൾഡ് മീ. അപ്പൊ സെഡ് ടു മീ എന്നതിനെ ടോൾഡ് എന്നാക്കിയിരിക്കുന്നു. നമുക്കറിയാം സെഡ് ടു എന്നതിനെ ടോൾഡ് എന്നാക്കാം. അതിനുശേഷം മീ ഒരു ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ സെഡ് ടു മീ എന്നതിന്റെ അതേ മീനിങ് തന്നെയാണ് ടോൾഡ് മീ എന്ന് പറഞ്ഞാലും. അപ്പോൾ റാം ടോൾഡ് മീ ദാറ്റ് ഐ മൈറ്റ് പാസ് ദ എക്സാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് സ്പീച്ചിലെ യു ഇവിടെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഐ എന്നായി മാറിയിരിക്കുകയാണ്. യുവിന് വരുന്ന മാറ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മീ എന്ന ഒബ്ജക്റ്റ് വന്നത് കൊണ്ടാണ് ഇവിടെ ഐ എന്നായി മാറിയത്. ആ സെന്റൻസിലെ ഒബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് യു എന്തായി മാറും എന്ന് തീരുമാനിക്കുന്നത്. അഥവാ റിപ്പോർട്ടിംഗ് പാർട്ടിലുള്ള ഒബ്ജക്റ്റ് ഏതാണ് എന്ന് നോക്കിയിട്ടാണ് യു എന്താവണം എന്ന് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഹി എന്നാകും, ചിലപ്പോൾ ഷീ എന്നാകും, ചിലപ്പോൾ ഐ എന്നാകും. അപ്പൊ ഏത് ഒബ്ജക്റ്റ് ആണ് അവിടെ ഉള്ളത്? ഇവിടെ മീ എന്ന ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് യു എന്നതിനെ ഐ എന്നാക്കി മാറ്റിയത്. രാം എന്നോട് പറഞ്ഞു ഞാൻ പരീക്ഷ പാസ്സായേക്കാമെന്ന്. അപ്പൊ ഐ എന്നതിന് ശേഷം മൈറ്റ് എന്ന് വന്നിരിക്കുന്നു. മേ ആണ് മൈറ്റ് ആയി മാറിയിരിക്കുന്നത്. റാം ടോൾഡ് മീ ദാറ്റ് ഐ മൈറ്റ് പാസ് ദ എക്സാം. ഇനി മസ്റ്റ് എന്ന് വന്നാലോ അതിനെ ഹാഡ് ടു എന്നാക്കി മാറ്റുകയാണ് വേണ്ടത്. സുരേഷ് സെഡ് ടു മീ യു മസ്റ്റ് ഒബേ യുവർ പാരന്റ്സ്. സുരേഷ് എന്നോട് പറഞ്ഞു നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കണം. അപ്പോൾ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സുരേഷ് സെഡ് ടു മീ എന്നതിനെ സുരേഷ് ടോൾഡ് മീ എന്നാക്കി മാറ്റാം. സുരേഷ് ടോൾഡ് മീ ദാറ്റ് ഐ ഹാഡ് ടു ഒബേ മൈ പാരന്റ്സ്. അവിടെ ഐ ഹാഡ് എന്ന് ഐ എന്നാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. മസ്റ്റ് എന്നതിനെ ഹാഡ് ടു എന്നാക്കിയിരിക്കുന്നു. ഐ ഹാഡ് ടു ഒബേ യുവർ പാരന്റ്സ് എന്നതിനെ മൈ പാരന്റ്സ് എന്നും ആക്കിയിരിക്കുന്നു. ഇങ്ങനെയാണ് മസ്റ്റ് എന്ന് വന്നാൽ ഹാഡ് ടു എന്നാക്കി മാറ്റണം. ഇനി നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസുകളെ അഥവാ ചോദ്യരൂപത്തിലുള്ള സെന്റൻസുകളെ എങ്ങനെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാം എന്ന് പരിശോധിക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ചോദ്യരൂപത്തിലുള്ള ഒരു സെന്റൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായിട്ട് ഇന്ററോഗേറ്റീവ് സെന്റൻസിൽ റിപ്പോർട്ടിംഗ് വെർബായിട്ട് നമ്മൾ ആസ്ക്ഡ്, എൻക്വയർഡ്, ക്വസ്റ്റ്യൻഡ്, ഡിമാൻഡഡ്, ഇന്ററോഗേറ്റഡ്, വാണ്ടഡ് ടു നോ തുടങ്ങിയ വാക്യങ്ങൾ ഉപയോഗിക്കണം. ആസ്ക്ഡ്, എൻക്വയർഡ്, ക്വസ്റ്റ്യൻഡ്, ഡിമാൻഡഡ്, ഇന്ററോഗേറ്റഡ്, വാണ്ടഡ് ടു നോ തുടങ്ങിയ വാക്യങ്ങൾ ഉപയോഗിക്കണം. രണ്ടാമതായിട്ട് അത്തരം ചോദ്യങ്ങളായ സെന്റൻസുകളുടെ അവസാനം ചോദ്യചിഹ്നം ഉണ്ടാകുമല്ലോ. അവയെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആ ചോദ്യചിഹ്നം ഒഴിവാക്കണം. അങ്ങനെ ചോദ്യചിഹ്നം മാത്രം ഒഴിവാക്കിയാൽ പോരാ, ആ സെന്റൻസിന്റെ ഘടന ചോദ്യരൂപത്തിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. അതിന്റെ ഘടന തന്നെ ചോദ്യരൂപത്തിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് നമ്മൾ മാറ്റണം. നാലാമതായിട്ട് ചോദ്യം ആരംഭിക്കുന്നത് ഒരു ഓക്സിലറി വെർബ് കൊണ്ടാണെങ്കിൽ റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കണക്റ്റിംഗ് വേർഡ് ആയിട്ട് നമ്മൾ ഇഫ് എന്നോ വെദർ എന്നോ ഉപയോഗിക്കണം.
ചോദ്യം ആരംഭിക്കുന്നത് ഓക്സിലറി വെർബ് കൊണ്ടാണെങ്കിൽ ഈ റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഇഫ് എന്നോ വെദർ എന്നോ ഉപയോഗിക്കണം. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. രമ്യ സെഡ് ടു മീ, ആർ യു എ സ്റ്റുഡന്റ്? രമ്യ എന്നോട് ചോദിച്ചു, ആർ യു എ സ്റ്റുഡന്റ്? നീ ഒരു വിദ്യാർത്ഥിയാണോ? ഈ സെന്റൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം കോമ ഒഴിവാക്കണം, പിന്നെ ഇൻവെർട്ടഡ് കോമ ഒഴിവാക്കണം. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അവയല്ലാതെ ഈ സ്പീച്ച് പാർട്ടിലുള്ള ചോദ്യചിഹ്നം ഒഴിവാക്കണം. രണ്ടാമതായിട്ട് ചോദ്യഘടന മാറ്റണം. ആർ യു എ സ്റ്റുഡന്റ് എന്നത് ഒരു ചോദ്യഘടനയാണ്. ആ ചോദ്യഘടനയെ എങ്ങനെ ചോദ്യഘടന അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഘടനയാക്കി മാറ്റുക? ആർ യു എന്നതിനെ യു ആർ എന്നാക്കി മാറ്റിയാൽ മതി. യു നേരത്തെ കൊണ്ടുവരണം. യു ആർ എ സ്റ്റുഡന്റ്, യു ആർ എ സ്റ്റുഡന്റ്, നീ ഒരു വിദ്യാർത്ഥിയാണ് എന്നായല്ലോ. അപ്പൊ ആർ നേരത്തെ വന്നാൽ ആർ യു എ സ്റ്റുഡന്റ് എന്നാണെങ്കിൽ നീ ഒരു വിദ്യാർത്ഥിയാണോ എന്നൊരു അർത്ഥമാണ് കിട്ടുക. അപ്പൊ അങ്ങനെ ഘടനയിൽ ഒരു മാറ്റം വരും. പിന്നെ യു എന്നതിനെ എന്താക്കി മാറ്റണം? ഐ എന്നാക്കി മാറ്റണം. ഐക്ക് യോജിച്ച രൂപത്തിലുള്ള ഒരു ഓക്സിലറി വെർബ് അതിനുശേഷം പ്രയോഗിക്കണം. പിന്നെ സെഡ് ടു എന്നതിനെ മാറ്റണം. അതല്ല റിപ്പോർട്ടിംഗ് വെർബായി വരേണ്ടത്. ചോദ്യത്തോട് യോജിച്ച ഒരു റിപ്പോർട്ടിംഗ് വെർബാണ് വരേണ്ടത്. എങ്ങനെയാണ് താഴെ വന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. രമ്യ എൻക്വയർഡ് മീ വെദർ ഐ വാസ് എ സ്റ്റുഡന്റ്. രമ്യ എൻക്വയർഡ് മീ വെദർ ഐ വാസ് എ സ്റ്റുഡന്റ്. എവിടെയൊക്കെയാ മാറ്റം വന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സെഡ് ടു എന്നതിന് പകരം എൻക്വയർഡ് എന്ന് വന്നിരിക്കുന്നു. എൻക്വയറി, അന്വേഷണം. എൻക്വയർഡ്, അന്വേഷിച്ചു. ശേഷം ഒരു കണക്റ്റിംഗ് വേർഡ് ആയിട്ട് വെദർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. എപ്പോഴാണ് വെദർ എന്നോ ഈഫ് എന്നോ പ്രയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഇവ ഉപയോഗിക്കുക ഓക്സിലറി വെർബുകൾ കൊണ്ട് ചോദ്യം ആരംഭിക്കുമ്പോഴാണ്. ആർ യു എ സ്റ്റുഡന്റ് എന്നിടത്ത് ആർ എന്ന ഓക്സിലറി വെർബ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് കണക്റ്റിംഗ് വെർബായിട്ട് വെദർ, കണക്റ്റിംഗ് വേർഡ് ആയിട്ട് വെദർ എന്ന് പ്രയോഗിച്ചത്. ശേഷം യു എന്നതിനെ ഐ ആക്കി മാറ്റിയിരിക്കുന്നു. എങ്ങനെയാണ് യു എന്നതിനെ ഐ ആക്കി മാറ്റിയത്? ഇവിടെ റിപ്പോർട്ടിംഗ് പാർട്ട് നോക്കിയാൽ അവിടെ ഒബ്ജക്റ്റ് ആയ മീ കാണാം. അങ്ങനെ മീ എന്ന ഒബ്ജക്റ്റ് ആയി വന്നാൽ യുവിനെ, ശേഷം വരുന്ന സ്പീച്ച് പാർട്ടിലുള്ള യുവിനെ ഐ ആക്കി മാറ്റണം എന്ന് നമുക്കറിയാം. ചിലപ്പോൾ യുവിനെ ഹി ആക്കും, ചിലപ്പോൾ ഷീ ആക്കും. അതൊക്കെ അവിടെയുള്ള ആ ഒബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് എന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. ഇവിടെ മീ എന്ന ഒബ്ജക്റ്റ് ആണ് റിപ്പോർട്ടിംഗ് പാർട്ടിലുള്ളത്. അതുകൊണ്ടാണ് സ്പീച്ച് പാർട്ടിലുള്ള യുവിനെ ഐ ആക്കി മാറ്റിയത്. പിന്നെ മറ്റൊരു കാര്യം, ഐ എന്നതിന് ശേഷം വാസ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ആർ യു എ സ്റ്റുഡന്റ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ആക്കി മാറ്റി. അതാണ് ആർ എന്നതിനെ വാസ് ആക്കി മാറ്റി. പിന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് അവിടെ ശ്രദ്ധിക്കാം. ഐ എന്ന സബ്ജക്റ്റിന് ശേഷമാണ് വാസ് പ്രയോഗിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ചോദ്യഘടന മാറ്റി സ്റ്റേറ്റ്മെന്റിന്റെ ഘടനയാക്കി മാറ്റണമെന്ന്. ചോദ്യത്തിലാണ് സബ്ജക്റ്റിന് മുമ്പ് ഓക്സിലറി വെർബ് പ്രയോഗിക്കുക. ഇവിടെ ചോദ്യമല്ലാതാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഐ എന്നതിന് ശേഷം വാസ് പ്രയോഗിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, എൻക്വയർഡ് എന്ന റിപ്പോർട്ടിംഗ് വെർബ് പ്രയോഗിച്ചു. രണ്ടാമത്തത് വെദർ എന്ന കണക്റ്റിംഗ് വേർഡ് പ്രയോഗിച്ചു. ശേഷം യുവിനെ ഐ ആക്കി മാറ്റി. ശേഷം ആറിനെ വാസ് ആക്കി മാറ്റി. അഞ്ചാമതായിട്ട് ചോദ്യഘടന മാറ്റി, സ്റ്റേറ്റ്മെന്റിന്റെ ഘടനയാക്കി മാറ്റി. അതെങ്ങനെയാണ് ചെയ്തത്? ഐ എന്നതിന് ശേഷമാണ് വാസ് പ്രയോഗിച്ചത്. അപ്പോൾ ചോദ്യത്തിന്റെ ഘടന മാറി, സ്റ്റേറ്റ്മെന്റിന്റെ ഘടനയായി മാറി. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. റീന സെഡ് ടു മീ. റീന എന്നോട് പറഞ്ഞു, വിൽ യു ഗിവ് മീ യുവർ പെൻ? നീ നിന്റെ പേന എനിക്ക് തരുമോ? ഇത് എങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക? ആദ്യം ക്വസ്റ്റ്യൻ ചിഹ്നം മാറ്റുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ സ്പീച്ച് പാർട്ടിലുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന്റെ ഘടന മാറ്റുക. നമ്മൾ നോക്കാം. വിൽ യു ഗിവ് മീ യുവർ പെൻ? നീ നിന്റെ പേന എനിക്ക് തരുമോ? ആ സെന്റൻസിനെ നമ്മൾ എങ്ങനെ ചോദ്യം അല്ലാതാക്കി മാറ്റുക? അവിടെ വിൽ യു എന്നതിനെ യു വിൽ എന്നാക്കി മാറ്റിയാൽ മതി. യു വിൽ ഗിവ് മീ യുവർ പെൻ, നീ നിന്റെ പേന എനിക്ക് തരും എന്നായി മാറും. അപ്പോൾ അങ്ങനെ മാറ്റിയാൽ ചോദ്യഘടനയിൽ മാറ്റം വരും.
പിന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ മാറ്റേണ്ടുന്ന മാറ്റങ്ങൾ കൂടെ വരുത്തിയാൽ മതി. പിന്നെ സെഡ് ടു എന്നത് ആ റിപ്പോർട്ടിംഗ് വെർബിനെ മാറ്റിയിട്ട് ചോദ്യത്തിനനുസൃതമായ റിപ്പോർട്ടിംഗ് വെർബാക്കി മാറ്റണം. ഇനി താഴെ കാണാം ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയിരിക്കുന്നത്. റീന ആസ്ക്ഡ് മീ ഇഫ് ഐ വുഡ് ഗിവ് ഹർ മൈ പെൻ. റീന ആസ്ക്ഡ് മീ, റീന എന്നോട് ചോദിച്ചു, ഇഫ് ഐ വുഡ് ഗിവ് ഹർ മൈ പെൻ, എന്റെ പേന അവൾക്ക് കൊടുക്കുമോ എന്ന്. എവിടെയെല്ലാം മാറ്റം വന്നിരിക്കുന്നു? സെഡ് ടു എന്നതിനെ ആസ്ക്ഡ് എന്നാക്കി മാറ്റി. അത് നമ്മൾ വിശദീകരിച്ചു എന്തുകൊണ്ടാണ് എന്ന്. ശേഷം ഇഫ് എന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ പറഞ്ഞു, ഓക്സിലറി വെർബുകൾ കൊണ്ട് ആരംഭിക്കുന്നുവെങ്കിൽ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഇഫ് ആണ് ഉപയോഗിക്കേണ്ടത്. ശേഷം ഐ എന്ന് വന്നിരിക്കുന്നു. യുവിനെയാണ് ഐ ആക്കി മാറ്റിയത്. അതിന്റെ കാരണവും നേരത്തെ നമ്മൾ വിശദീകരിച്ച അതേ കാരണം തന്നെയാണ്. ശേഷം വുഡ് എന്ന് വന്നിരിക്കുന്നു. മുകളിലത്തെ വരിയിലുള്ള വില്ലാണ് ഇവിടെ വുഡ് ആയി മാറിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി കാണാം. മുകളിൽ വിൽ യു എന്നാണെങ്കിലും ഇവിടെ ഐ വുഡ് എന്നാണ്. വുഡ് ഐക്ക് ശേഷമാണ് വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? വുഡ് ഐ എന്ന അല്ലാതെ ഐ വുഡ് എന്ന് വന്നത് എന്തുകൊണ്ടാണ്? ചോദ്യഘടന മാറ്റിയതാണ്. ഐ വുഡ് ഗിവ് ഹർ, മീ എന്നത് ഹെർ. എനിക്ക് തരുമോ എന്ന് അവൾ ചോദിച്ചു. അവൾക്ക് കൊടുക്കുമോ എന്നാണല്ലോ നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഗിവ് ഹെർ എന്നായി മാറിയത്. യുവർ പെൻ, നിന്റെ പേന എന്നത് എന്റെ പേന എന്നാക്കി. നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ എന്റെ പേന അവൾക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചു എന്നാണല്ലോ പറയുക. അപ്പോൾ യുവർ പെൻ എന്നത് മൈ പെൻ എന്നായി. ഗിവ് മീ എന്നത് ഗിവ് ഹെർ എന്നായി. അപ്പൊ എത്ര മാറ്റങ്ങൾ സംഭവിച്ചു ഒന്നുകൂടി നമുക്ക് നോക്കാം. സെഡ് ടു എന്നതിനെ ആസ്ക്ഡ് എന്നാക്കി മാറ്റി. കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഇഫ് പ്രയോഗിച്ചു. യുവിനെ ഐ ആക്കി മാറ്റി. വില്ലിനെ വുഡ് ആക്കി മാറ്റി. പിന്നെ ചോദ്യഘടനയിൽ മാറ്റം വരുത്താൻ വേണ്ടി വുഡിനെ ഐ എന്നതിന് ശേഷം, സബ്ജക്റ്റിന് ശേഷം വുഡ് പ്രയോഗിച്ചു. മീ എന്നതിനെ ഹെർ എന്നാക്കി മാറ്റി. യുവർ എന്നതിനെ മൈ എന്നാക്കി മാറ്റി. ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ഹാവ് യു സീൻ മൈ സെൽഫോൺ? ഫാദർ ആസ്ക്ഡ്. ഹാവ് യു സീൻ മൈ സെൽഫോൺ? നീ എന്റെ സെൽഫോൺ കണ്ടിട്ടുണ്ടോ? ഫാദർ ആസ്ക്ഡ് മീ. അച്ഛൻ എന്നോട് ചോദിച്ചു. ഇതിനെ നമ്മൾ മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ സെൽഫോൺ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ മാറ്റണമെങ്കിൽ, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണമെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ വരുത്തേണ്ടത്? ഇവിടെ ആദ്യം ഇതിലെ ചോദ്യചിഹ്നം മാറ്റണം. പിന്നെ സ്പീച്ച് പാർട്ടായ ഹാവ് യു സീൻ മൈ സെൽഫോൺ എന്നതിനെ ഇപ്പോൾ ക്വസ്റ്റ്യൻ രൂപത്തിലാണുള്ളത്. അതിന്റെ ഘടന ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. ആ ചോദ്യത്തെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ എങ്ങനെയാണ് മാറ്റേണ്ടത്? ഹാവ് യു എന്നതിനെ യു ഹാവ് എന്നാക്കി മാറ്റണം. യു ഹാവ് സീൻ മൈ സെൽഫോൺ, നീ എന്റെ മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ട് എന്നാവും അപ്പോൾ അർത്ഥം. അങ്ങനെ മാറ്റി നോക്കിയാൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവും. ആ സെന്റൻസ് ഏത് ടെൻസ് ആണ് എന്ന്. യു ഹാവ് സീൻ എന്ന് കണ്ടാൽ മനസ്സിലാക്കാം അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താണ് ആക്കേണ്ടത്? അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതും നമുക്ക് മനസ്സിലായി. ആ സെന്റൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കേണ്ടത് എങ്ങനെയാണ്? യു ഹാവ് സീൻ എന്നതിനെ യു ഹാഡ് സീൻ എന്നാക്കി മാറ്റിയാൽ മതി. ഹാവിനെ ഹാഡ് എന്നാക്കി മാറ്റിയാൽ മതി. പിന്നെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ യുവിനെ ഐ ആക്കി മാറ്റേണ്ടി വരും. ഏതായാലും നമുക്കത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി നോക്കാം. ആദ്യം നമ്മൾ റിപ്പോർട്ടിംഗ് ഭാഗം നോക്കാം. റിപ്പോർട്ടിംഗ് പാർട്ട് ആണല്ലോ നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഫാദർ ആസ്ക്ഡ് മീ, അത് അതുപോലെ തന്നെ എഴുതിയാൽ മതി. കാരണം ചോദ്യത്തിനോട് യോജിച്ചിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് തന്നെയാണ് ആസ്ക്ഡ്, അതുകൊണ്ട് അതിനെ മാറ്റേണ്ടതില്ല. സെഡ് ടു എന്നൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ യോജിച്ച ആസ്ക്ഡ് എന്നോ എൻക്വയർഡ് എന്നോ ഒക്കെ മാറ്റണം. ഇവിടെ ആസ്ക്ഡ് എന്ന് തന്നെ ആയതുകൊണ്ട് അതിന് നമ്മൾ മാറ്റേണ്ടതില്ല. ഫാദർ ആസ്ക്ഡ് മീ. അതിനുശേഷം കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കണം. ഇഫ് എന്നോ വെദർ എന്നോ. ഇവിടെ എല്ലാ ഓപ്ഷനുകളിലും ഇഫ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫാദർ എന്നോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിന്റെ മൊബൈൽ കണ്ടിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ യു എന്നതിനെ ഐ എന്നാക്കി മാറ്റണം. അപ്പോൾ ഫാദർ ആസ്ക്ഡ് മീ ഇഫ് ഐ. പിന്നെ ഹാവ് യു സീൻ എന്നാണ്. അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം.
അതുകൊണ്ട് ഹാഡ് സീൻ എന്നാക്കി മാറ്റണം. ഇഫ് ഐ ഹാഡ് സീൻ. ഹാഡ് ഐ സീൻ എന്ന് എഴുതരുത്. ചോദ്യത്തിൽ ഹാവ് യു സീൻ അത് ആദ്യം ഹാവ് ആണെങ്കിലും അത് ചോദ്യഘടന ആയതുകൊണ്ടാണ് അതിനെ സ്റ്റേറ്റ്മെന്റ് ഘടനയാക്കുമ്പോൾ ആദ്യം സബ്ജക്റ്റ് ആയ ഐ എഴുതണം, പിന്നെയാണ് ഹാഡ് എഴുതേണ്ടത്. ഇഫ് ഐ ഹാഡ് സീൻ മൈ സെൽഫോൺ, എന്റെ സെൽഫോൺ എന്ന് അതിലുള്ളത് അദ്ദേഹത്തിന്റെ സെൽഫോൺ എന്നാക്കി മാറ്റണം. അപ്പൊ ഹിസ് സെൽഫോൺ. അപ്പൊ അത് ഏത് ഓപ്ഷനിലാണ് ഇങ്ങനെയുള്ളത്? ഫാദർ ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ് സീൻ ഹിസ് സെൽഫോൺ. അത് എ എന്ന ഓപ്ഷനിലാണ് ഉള്ളത്. അപ്പൊ എ എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. മറ്റൊരു കേട്ടൽ പരീക്ഷയിലെ ചോദ്യം, നീരവ് ആസ്ക്ഡ് ഹാമിദ് ഹാവ് യു സീൻ ദ മൂവി. നീരവ് ഹാമിദിനോട് ചോദിച്ചു, നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ? ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദി അബവ് സെന്റൻസ് ഈസ്. മുകളിൽ പറഞ്ഞ ആ സെന്റൻസിന്റെ റിപ്പോർട്ടഡ് ഫോം എങ്ങനെയാണ്? മുകളിലുള്ള ആ സെന്റൻസ് നോക്കിയാൽ കാണാം, നീരവ് ആസ്ക്ഡ് ഹാമിദ് ഹാവ് യു സീൻ ദ മൂവി. അതിന്റെ സ്പീച്ച് പാർട്ട് നോക്കിയാൽ കാണാം, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഓക്സിലറി വെർബ് കൊണ്ട് ആരംഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റേണ്ടത്? ആദ്യം ചോദ്യം ചിഹ്നം മാറ്റണം, പിന്നീട് അതിന്റെ ചോദ്യഘടന മാറ്റണം. ചോദ്യഘടന മാറ്റാൻ ഹാവ് യു എന്നതിന് പകരം യു ഹാവ് എന്നാക്കിയാൽ അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയി മാറും, ചോദ്യമല്ലാതായി മാറും. പിന്നെ ഇത് ഏത് ടെൻസ് ആണെന്ന് നോക്കാം. ഹാവ് സീൻ എന്ന് കണ്ടാൽ മനസ്സിലാക്കാം അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റണം. ഇത് ഒരു ഓക്സിലറി വെർബിൽ ആരംഭിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് ആയതുകൊണ്ട് അതിനിടയിൽ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഇഫ് എന്നോ വെദർ എന്നോ ഉപയോഗിക്കാം. ഇത് നമുക്ക് മാറ്റി നോക്കാം. നീരവ് ആസ്ക്ഡ് ഹാമിദ്, അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ആസ്ക്ഡ് എന്നായതുകൊണ്ട് അതൊരു ചോദ്യത്തിന് യോജിച്ച വാക്കായതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് ആയതുകൊണ്ട് അത് മാറ്റേണ്ടതില്ല. അപ്പോൾ നീരവ് ആസ്ക്ഡ് ഹാമിദ് ഇഫ് എന്നോ വെദർ എന്നോ ചേർക്കാം. താഴെയുള്ള ഓപ്ഷനുകളിലെല്ലാം വെദർ എന്നാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് വെദർ എന്ന് നമുക്ക് ചേർക്കാം. ഹാവ് ഹാമിദിനോട് ചോദിച്ചു, അവൻ ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്നാണല്ലോ ആവുക. അപ്പൊ യു എന്നതിനെ ഹി എന്നാക്കി മാറ്റണം. ഹി ഹാഡ് സീൻ ദി മൂവി. നീരവ് ആസ്ക്ഡ് ഹാമിദ് വെദർ ഹി ഹാഡ് സീൻ ദ മൂവി എന്നാണ് വരേണ്ടത്. അത് ഏത് ഓപ്ഷനിലാണുള്ളത്? എ എന്ന ഓപ്ഷൻ വായിച്ചു നോക്കാം. നീരവ് ആസ്ക്ഡ് ഹാമിദ് വെദർ ഹി ഹാഡ് സീൻ എ മൂവി എന്നാണുള്ളത്. ഇവിടെ ദ എ അത് യഥാർത്ഥത്തിൽ ഇവിടെ വലിയ വിഷയമായ വാക്കുകളല്ല. പക്ഷെ ഇത് എ എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ, അത് ശരിക്കും നോക്കാതെ എ എന്ന് എഴുതുകയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം ദ മൂവി എന്നതിന് പകരം എ മൂവി എന്നാണ് അതിലുള്ളത്. ഇനി ബി എന്ന ഓപ്ഷൻ നോക്കാം. നീരവ് ആസ്ക്ഡ് ഹാമിദ് വെദർ ഹി ഹാസ് സീൻ ദ മൂവി. നീരവ് ഹാമിദിനോട് ചോദിച്ചു വെദർ ഹി ഹാസ് സീൻ എന്നാണ്. ഹാസ് എന്നല്ലല്ലോ, ഇതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റണം. അതുകൊണ്ട് ഹാസ് എന്നല്ല, ഹാസ് സീൻ എന്നല്ല വേണ്ടത്, അതും തെറ്റാണ്. നീരവ് ആസ്ക്ഡ് ഹാമിദ് വെദർ ഹി സോ ദ മൂവി. ഹി സോ എന്ന് സിമ്പിൾ പാസ്റ്റ് ആക്കിയിട്ടാണ് പറഞ്ഞത്, അതും തെറ്റാണ്. ഇനി നീരവ് ആസ്ക്ഡ് ഹാമിദ് വെദർ ഹി ഹാഡ് സീൻ ദ മൂവി. അപ്പൊ ഡി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. മറ്റൊരു കേട്ടൽ പരീക്ഷയിലെ ചോദ്യം, ഹി ആസ്ക്ഡ് മീ ഡാഷ്. അദ്ദേഹം എന്നോട് ചോദിച്ചു ഡാഷ്. അപ്പൊ ഇത് നമുക്ക് പരിശോധിച്ചാൽ കാണാം, ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. അഥവാ ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിലുള്ള ഒരു സെന്റൻസ് ആണിത്. എന്ന് മാത്രമല്ല ഇത് ഡയറക്റ്റ് സ്പീച്ചിൽ ഇതൊരു ചോദ്യമായിരുന്നു, അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയതാണ്. അതുകൊണ്ടാണ് ഹി ആസ്ക്ഡ് മീ. താഴെയുള്ള ഇഫ് ഒക്കെ കണ്ടാൽ അറിയാം അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയതാണ്. അപ്പൊ ഇൻഡയറക്റ്റ് സ്പീച്ചിലെ ഒരു വാചകം എങ്ങനെ ആയിരിക്കണം, ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ ആയിരിക്കണം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്നറിയാമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ എ എന്ന ഓപ്ഷൻ ആണോ? ഇഫ് ഹി കെയിം അത് വരില്ല, കാരണം ഒരു ചോദ്യത്തിന്റെ ഘടന അവിടെ ഇല്ല. രണ്ടാമത്തെ നോക്കിയാൽ ഇഫ് കുഡ് ഹി കം. ഇഫ് കുഡ് ഹി കം അത് ആ ചോദ്യത്തിന്റെ ഘടന മാറ്റിയിട്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഘടനയിലേക്ക് അത് മാറിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും അവിടെ പൂരിപ്പിക്കാൻ പറ്റില്ല. സി എന്ന ഓപ്ഷൻ നോക്കാം. ഇഫ് ഹി കുഡ് കം ശരിയാണ്, അതൊരു സ്റ്റേറ്റ്മെന്റിന്റെ ഘടനയാണുള്ളത്. ആ കുഡ് എന്നതിനെ
ഹീയുടെ മുന്നിലേക്ക് വെച്ചാൽ അത് ചോദ്യത്തിന്റെ ഘടനയായി പോകും. സ്റ്റേറ്റ്മെന്റ് ഘടനയാവണമെങ്കിൽ കുഡിനെ ഹീയുടെ ശേഷമാണ് പ്രയോഗിക്കേണ്ടത്. അതാണ് ബിയും സിയും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഡി എന്ന ഓപ്ഷൻ പറ്റുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. അത് പറ്റില്ല. കാരണം ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ, ആസ്ക്ഡ് എന്നാണ്. അത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ആണെങ്കിൽ ഒരിക്കൽ തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ക്യാൻ എന്ന് വരില്ല, അത് കുഡ് എന്നേ വരാൻ പാടുള്ളൂ. അത് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ സി ആണ് ശരിയായ ഓപ്ഷൻ. ഹി ആസ്ക്ഡ് മീ ഇഫ് ഹി കുഡ് കം. അപ്പോൾ ഇതിന്റെ ഡയറക്റ്റ് സ്പീച്ചിൽ ഇത് എങ്ങനെയായിരിക്കും? ഹി ആസ്ക്ഡ് മീ അങ്ങനെ തന്നെ ആവാം. റിപ്പോർട്ടിംഗ് വെർബ് അങ്ങനെ ആവാം. ഹി ആസ്ക്ഡ് മീ എന്നിട്ട് ഒരു കോമയിട്ട് 2 ഇൻവെർട്ടഡ് കോമയുടെ ഇടയിലായിട്ട് ക്യാൻ ഐ കം, എനിക്കും കൂടെ വരാമോ? ക്യാൻ ഐ കം, ക്യാൻ ഐ കം എന്നായിരിക്കും. അപ്പോൾ ഐ എന്നത് ഹി ആയി. ഐ ക്യാൻ കം എന്ന രൂപത്തിൽ സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിലേക്ക് നമ്മൾ ആദ്യം അതിനെ മാറ്റുന്നു. പിന്നെ ഐ എന്നതിനെ ഹി എന്നാക്കുന്നു, ക്യാൻ എന്നതിനെ കുഡ് എന്നാക്കുന്നു, കം എന്നതിനെ അതുപോലെ തന്നെ എഴുതുന്നു. അപ്പോൾ ഹി ആസ്ക്ഡ് മീ ഇഫ് ഹി കുഡ് കം എന്നാണ് എഴുതേണ്ടത്. സി ആണ് ശരിയായ ഉത്തരം. അപ്പൊ ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഓക്സിലറി വെർബ് കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നതെങ്കിൽ അവയെ എങ്ങനെ മാറ്റും എന്നാണ്. സ്പീച്ച് പാർട്ടിലെ ക്വസ്റ്റ്യൻ ഓക്സിലറി വെർബ് കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക എന്നതാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി ആ സ്പീച്ച് പാർട്ടിലെ ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ എങ്ങനെ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റും, അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഹു, ഹും, ഹൂസ്, വാട്ട്, വിച്ച്, വെൻ, വൈ, വേർ, ഹൗ ഇത്തരം ക്വസ്റ്റ്യൻ വേർഡുകൾ കൊണ്ട് ആരംഭിക്കുന്ന ചോദ്യങ്ങളാണ് സ്പീച്ച് പാർട്ടിൽ ഉള്ളതെങ്കിൽ അവയെ നമ്മൾ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റും? അവിടെയുള്ള ഒരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഇഫ് എന്നോ വെദർ എന്നോ നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല. അവിടെ ഈ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ മതി. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡുകൾ ഉണ്ടല്ലോ, അവ തന്നെ അവിടെ നിലനിർത്തിയാൽ മതി. ഇഫ് എന്നോ വെദർ എന്നോ അവിടെ കണക്റ്റിംഗ് വേർഡുകൾ ഉപയോഗിക്കേണ്ടുന്ന കാര്യമില്ല. നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. വേർ ഈസ് ദ പോസ്റ്റ് ഓഫീസ്? എവിടെയാണ് പോസ്റ്റ് ഓഫീസ്? സെഡ് ദ സ്ട്രേഞ്ചർ. അപരിചിതൻ പറഞ്ഞു. ഈ സെന്റൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു? നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് താഴെ കൊടുത്തിരിക്കുന്നു, അതും കൂടി വായിച്ചിട്ട് തുലനം ചെയ്തു നോക്കാം. ദ സ്ട്രേഞ്ചർ വാണ്ടഡ് ടു നോ വേർ ദ പോസ്റ്റ് ഓഫീസ് വാസ്. ഒന്നാമതായിട്ട് വരുത്തിയിരിക്കുന്നത് സെഡ് എന്നതിനെ മാറ്റി വാണ്ടഡ് ടു നോ എന്നാക്കിയിരിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാരണത്താലാണ്. അതായത് ഇതൊരു ചോദ്യമാണ്, ചോദ്യത്തോട് യോജിക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടിംഗ് വെർബ് ആയിരിക്കണം. സെഡ് എന്നത് ചോദ്യത്തോട് യോജിച്ചതല്ല, അതുകൊണ്ടാണ് അതിനെ മാറ്റി വാണ്ടഡ് ടു നോ എന്നാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചോദ്യചിഹ്നം ഒഴിവാക്കണം. ശേഷം ആ സ്പീച്ച് പാർട്ട് ഒരു ചോദ്യമാണല്ലോ, വേർ ഇസ് ദ പോസ്റ്റ് ഓഫീസ്, അതിനെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഘടനയിലേക്ക് മാറ്റണം. വേർ ഇസ് ദ പോസ്റ്റ് ഓഫീസ് എന്നതിനെ സ്റ്റേറ്റ്മെന്റിന്റെ ഘടനയിലേക്ക് മാറ്റുക എങ്ങനെയാണ്? വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ് എന്നാണ്. ആ ഈസിനെ ലാസ്റ്റ് പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്കതിനെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഘടനയിലേക്ക് മാറ്റാം. വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ് എന്നാക്കിയാൽ മതി. ഈസിനെ നമ്മൾ അവസാനത്തിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ തന്നെയാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. ദ സ്ട്രേഞ്ചർ വാണ്ടഡ് ടു നോ വേർ ദ പോസ്റ്റ് ഓഫീസ് വാസ്. എന്തുകൊണ്ടാണ് വാസ് എന്നാക്കിയത്? വേർ ഈസ് ദ പോസ്റ്റ് ഓഫീസ് എന്ന വാചകം, ആ ചോദ്യം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഈസ് എന്നത് കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കണമെന്നറിയാമല്ലോ. ഈസ് എന്നതിന്റെ സിമ്പിൾ പാസ്റ്റ് ആണ് വാസ്. അപ്പൊ ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കാം. രാജീവ് ആസ്ക്ഡ് ഹൗ ഓൾഡ് ഈസ് ജീവൻ. രാജീവ് ചോദിച്ചു ജീവൻ എത്ര വയസ്സുണ്ട്. ഓക്കെ, അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയത് ശ്രദ്ധിച്ചു നോക്കാം. രാജീവ് ആസ്ക്ഡ് ഹൗ ഓൾഡ് ജീവൻ വാസ്. ഇവിടെ നേരത്തെ സെഡ് എന്നതിനെ വാണ്ടഡ് ടു നോ എന്നാക്കിയതുപോലെ ആസ്ക്ഡ് എന്നതിനെ ഒന്നും ആക്കിയിട്ടില്ല.
കാരണം ആസ്ക്ഡ് എന്നതിനെ മാറ്റേണ്ട കാര്യമില്ല. കാരണം ചോദ്യത്തോട് യോജിച്ചുള്ള റിപ്പോർട്ടിംഗ് വെർബ് തന്നെയാണത്. അത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് ആസ്ക്ഡ് അങ്ങനെ തന്നെ നിലനിർത്തി. പിന്നെ ഹൗ ഓൾഡ് ഈസ് ജീവൻ എന്നത് അതൊരു ചോദ്യമാണ്. ചോദ്യചിഹ്നം ഒഴിവാക്കി. പിന്നെ അതിൻ്റെ ചോദ്യഘടനയിൽ മാറ്റം വരുത്തി. ചോദ്യഘടന മാറ്റം വരുത്താൻ ഈസിനെ ഏറ്റവും അവസാനത്തിലേക്ക് കൊണ്ടുപോകണം. ഹൗ ഓൾഡ് ജീവൻ ഈസ് അങ്ങനെ ആക്കിയാൽ ഒരു ചോദ്യഘടന മാറി അത് സ്റ്റേറ്റ്മെന്റിന്റെ ഘടനയിലേക്ക് വരും. അപ്പോൾ ഈസ് എന്നതിനെ മാറ്റി വാസ് ആക്കിയിരിക്കുന്നു. രാജീവ് ആസ്ക്ഡ് ഹൗ ഓൾഡ് ജീവൻ വാസ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും മാറ്റങ്ങളാണ് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യം ഇങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഇത്തരം മാറ്റങ്ങളാണ് ഉണ്ടാവുക. ഇനി ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. വെൻ വിൽ യു റിട്ടേൺ? സൂസൻ ആസ്ക്ഡ് ജെയിംസ്. ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. സൂസൻ ജെയിംസിനോട് ചോദിച്ചു, നീ എപ്പോഴാണ് തിരിച്ചു വരിക? ഇതിനെ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം? ഇവിടെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സൂസൻ ആസ്ക്ഡ് ജെയിംസ്, അതങ്ങനെ തന്നെ നിലനിർത്താം. ആസ്ക്ഡ് എന്ന് തന്നെ ആയതുകൊണ്ട് ഇവിടെ 4 ഓപ്ഷനുകൾ നോക്കിയാലും അങ്ങനെ തന്നെയാണുള്ളത്. ശേഷം വെൻ എന്നാണ് എല്ലാ ഓപ്ഷനിലും ഉള്ളത്. ശരിയാണ്. അതിനുശേഷം എങ്ങനെ വരണം എന്നതാണ് ചോദ്യം. സൂസൻ ആസ്ക്ഡ് ജെയിംസ് വെൻ ഹി വിൽ എന്നോ വിൽ ഹി എന്നോ വരാൻ പാടില്ല. കാരണം വിൽ എന്നതിനെ വുഡ് എന്നാക്കി മാറ്റണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഒരിക്കലും വിൽ എന്നുണ്ടാവില്ല, വുഡ് എന്നേ ഉണ്ടാവും. അതുകൊണ്ട് എയും ബിയും തെറ്റാണ്. ഇനി സിയും ഡിയും നോക്കാം. അവിടെ സൂസൻ ആസ്ക്ഡ് ജെയിംസ് വെൻ ഹി വുഡ് എന്ന് ഒരിടത്തും ഡിയിൽ വുഡ് ഹി എന്നുമാണ്. അപ്പോൾ ഹി വുഡ് എന്നാണോ വുഡ് ഹി എന്നാണോ വേണ്ടത്? വുഡ് ഹീയുടെ മുന്നിൽ വരികയാണെങ്കിൽ വുഡ് ഹി എന്നാണെങ്കിൽ അത് ചോദ്യഘടനയാണ്, ചോദ്യത്തിന്റെ രൂപമാണത്. ഈ ചോദ്യഘടനയെ നമ്മൾ സ്റ്റേറ്റ്മെന്റിന്റെ ഘടനയാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ററോഗേറ്റീവ് സെന്റൻസുകളെ നമ്മൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ചോദ്യഘടന മാറ്റി സ്റ്റേറ്റ്മെന്റിന്റെ ഘടനയാക്കണമെന്ന്. അതുകൊണ്ട് സി എന്ന ഓപ്ഷനാണ് ശരി. സൂസൻ ആസ്ക്ഡ് ജെയിംസ് വെൻ ഹി വുഡ് റിട്ടേൺ. സി എന്ന ഓപ്ഷനാണ് ശരി. മറ്റൊരു ചോദ്യം. ഹി സെഡ് വേർ ഈസ് ഷീ ഗോയിങ്? റിപ്പോർട്ട് ദ സെന്റൻസ്. ഹി സെഡ് അവൻ പറഞ്ഞു. വേർ ഈസ് ഷീ ഗോയിങ് അവൾ എവിടെ പോകുന്നു? ഈ സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യാൻ അഥവാ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാൻ ഇവിടെ ഹി സെഡ് എന്നാണല്ലോ ഉള്ളത്, അതിനെ മാറ്റണം. കാരണം സ്പീച്ച് പാർട്ടിലുള്ളത് ചോദ്യമായതുകൊണ്ട് സെഡ് എന്നതിനെ മാറ്റി ആസ്ക്ഡ് എന്ന് എല്ലാ ഓപ്ഷനിലും ആക്കിയിരിക്കുന്നു. ശേഷം ക്വസ്റ്റ്യൻ വേർഡായ വേർ ആണ് എല്ലാ ഓപ്ഷനിലും ഉള്ളത്. ഓക്കെ, അത്രയും എല്ലാറ്റിലും ഒരുപോലെയാണ്. അതിനുശേഷം എങ്ങനെ എന്നതാണ് പ്രശ്നം. എ നോക്കാം. വേർ വാസ് ഷീ ഗോയിങ്? ഈസ് എന്നതിനെ വാസ് ആക്കണം എന്നത് ശരിയാണ്. പക്ഷേ വാസ് ഷീ ഗോയിങ് എന്നത് അതൊരു ചോദ്യഘടനയിൽ തന്നെയാണ് ഉള്ളത്. ചോദ്യത്തിന്റെ ഘടന മാറ്റി സ്റ്റേറ്റ്മെന്റ് ഘടനയാക്കണം എന്നാണല്ലോ. അപ്പോൾ അത് തെറ്റാണ്. ചോദ്യഘടനയിലാണ് എന്നുള്ളത് കൊണ്ട് തെറ്റാണ്. അപ്പോൾ വേർ ഷീ വാസ് ഗോയിങ് എന്നാണ് വേണ്ടത്. അത് ഏത് ഓപ്ഷനിലാണുള്ളത്? അത് സി എന്ന ഓപ്ഷനിലാണുള്ളത്. അതുകൊണ്ട് സി എന്ന ഓപ്ഷനാണ് ശരി. ഹി ആസ്ക്ഡ് വേർ ഷീ വാസ് ഗോയിങ്. സി ആണ് ഉത്തരം. ഇനി മറ്റൊരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. വെൻ ഡസ് ഷീ വേക്ക് അപ്പ്? അവൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? ദ മാൻ ആസ്ക്ഡ് ഹെർ മദർ. ആ മനുഷ്യൻ അവളുടെ അമ്മയോട് ചോദിച്ചു. ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. ഈ സെന്റൻസിനെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം? ആദ്യം നമുക്ക് ദ മാൻ ആസ്ക്ഡ് ഹെർ മദർ എന്ന് തന്നെ എഴുതാം. കാരണം ആസ്ക്ഡ് എന്നത് ചോദ്യത്തിന് പറ്റിയ റിപ്പോർട്ടിംഗ് വെർബ് തന്നെയാണല്ലോ. അതുകൊണ്ട് എല്ലാ ഓപ്ഷനുകളിലും ദ മാൻ ആസ്ക്ഡ് ഹെർ മദർ എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. ശേഷം വെൻ എന്ന് എഴുതിയിരിക്കുന്നു. എല്ലാ ഓപ്ഷനിലും അങ്ങനെ തന്നെയാണ്. അത്രയും എല്ലാ ഓപ്ഷനിലും ഒരുപോലെയാണ്. അതിന് ശേഷമാണ് എങ്ങനെ എന്നതിൽ വ്യത്യാസമുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതുക എന്ന്. അതിനാദ്യം ഈ സ്പീച്ച് പാർട്ടിലെ ആ ചോദ്യം വായിച്ചു നോക്കാം. വെൻ ഡസ് ഷീ വേക്ക് അപ്പ്? അപ്പൊ ഡസ് വേക്ക് അപ്പ് എന്ന് കണ്ടാൽ മനസ്സിലാക്കാം ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്.
വെയ്ക്സ് അപ്പ് എന്നാണ് ശരിക്ക്. അതിനെ ഡസ് വേക്ക് അപ്പ് എന്ന് വേർതിരിച്ചത് എന്തിനാണ്? രണ്ടാക്കി എഴുതിയത് ചോദ്യമായതുകൊണ്ടാണ്. അപ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എന്ന് മനസ്സിലായി. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആക്കി മാറ്റണം. അപ്പോൾ വേക്ക് അപ്പ് എന്നതിൻ്റെ പാസ്റ്റ് എങ്ങനെയാണ്? അത് വോക്കപ്പ് എന്നാണ്. അപ്പോൾ അത് ഏത് ഓപ്ഷനിലാണുള്ളത്? ഡി എന്ന ഓപ്ഷനിൽ മാത്രമേ വോക്കപ്പ് എന്നുള്ളൂ. ദ മാൻ ആസ്ക്ഡ് ഹെർ മദർ വെൻ ഷീ വോക്ക് അപ്പ്. അപ്പോൾ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം.